സ്വർഗം തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് രോഗങ്ങൾ സുഖപ്പെടുത്താനുള്ള അധികാരത്തെക്കുറിച്ചാണ്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1-2 തിരുലിഖിതങ്ങൾ. അവൻ 12 പേരെയും അടുത്ത് വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു, അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും. അവൻ 12 പേർക്കും പിശാചുക്കളുടെ മേൽ അധികാരം കൊടുത്ത് അതുപോലെ തന്നെ രോഗങ്ങൾ സുഖപ്പെടുത്താനും അധികാരം കൊടുത്ത്. രോഗങ്ങൾ സുഖപ്പെടുത്താനുള്ള പൗരോഹിത്യ അധികാരത്തെക്കുറിച്ച് തിരുലിഖിത പ്രകാരം നാം ഇന്ന് ശ്രവിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ ജീവനും ആത്മാവുമായ തിരുവചനങ്ങൾ ശ്രവിക്കുവാൻ ഈ നിമിഷങ്ങളിൽ ഓരോ കുടുംബങ്ങളെയും സമൂഹങ്ങളെയും സമുദായങ്ങളെയും വംശങ്ങളെയും ജനതകളെയും ഗോത്രങ്ങളെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. വചനം കേൾക്കുമ്പോൾ മല്ലടിക്കുന്ന ചിന്ത അലട്ടുന്ന, വചനം കേൾക്കുമ്പോൾ യുക്തിചിന്തയുടെ ആധിപത്യത്താൽ പീഡ അനുഭവിക്കുന്ന, വിമത ചിന്തകളാൽ ഭാരപ്പെടുന്ന ഓരോ മകനെയും മകളെയും ഓ ദൈവമേ, അങ്ങയുടെ ആത്മാവിനെ അയച്ചിപ്പോൾ സൗഖ്യപ്പെടുത്തണമേ. യെശയ്യ 51-ാം അധ്യായം അതിൽ 15-16 തിരുലിഖിതങ്ങൾ. തിരമാലകൾ അലറും വിധം കടലിനെ ക്ഷോഭിപ്പിക്കുന്ന നിന്റെ ദൈവമായ കർത്താവാണ് ഞാൻ, സൈന്യങ്ങളുടെ കർത്താവ് എന്നത്രേ എൻ്റെ നാമം. ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സിയോനോട് നീ എൻ്റെ ജനമാണെന്ന് പറഞ്ഞും എൻ്റെ വചനം ഞാൻ നിൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. എൻ്റെ വചനം ഞാൻ നിൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഓ ദൈവമേ, അങ്ങയുടെ മഹത്വകരമായ ശക്തി ഇപ്പോൾ പ്രകടമാക്കണമേ. അങ്ങയുടെ അത്ഭുതത്തിൻ്റെ ശക്തി കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ കർത്താവേ. ഒരുപാട് കാലങ്ങളായി സാത്താൻ അടിമത്തപ്പെടുത്തിയിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് അല്ലമാലകൾ പോലെ അങ്ങയുടെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. തിരമാലകൾ അലറുവിധം കടലിനെ ശോഭിപ്പിക്കുന്ന ദൈവമായ കർത്താവിൻ്റെ അത്യുന്നതമായ ശക്തി രോഗികളിലേക്കും ക്ഷീണിതരിലേക്കും തകർന്നിരിക്കുന്നവരിലേക്കും ഭാരപ്പെട്ടിരിക്കുന്നവരിലേക്കും അത്ഭുതകരമായി ഇപ്പോൾ പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ. ഓരോരുത്തരിൽ നിന്നും ഓരോ ആധിപത്യങ്ങളും പൈശാചിക വിടലും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യെശയ്യായുടെ പുസ്തകത്തിൽ 52-ാം അധ്യായം 12-ാം വാക്യം, നിങ്ങൾ തിടുക്കം കൂട്ടണ്ട, വേഗമോടുകയും വേണ്ട, നിങ്ങളുടെ ദൈവമായ കർത്താവായിരിക്കും നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നത്, ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. ഓ കർത്താവേ, മനമിടിഞ്ഞിരിക്കുന്നവർ, മനം നൊന്തിരിക്കുന്നവർ, നിരാശ പൂണ്ടിരിക്കുന്നവർ, ഇനിയൊരു വഴിയില്ലെന്ന് ചിന്തിക്കുന്നവർ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ അങ്ങയുടെ അത്ഭുതകരമായ സ്പർശനം ഇപ്പോൾ അനുഭവിക്കട്ടെ. എൻ്റെ ദൈവമായ കർത്താവ് എനിക്ക് വേണ്ടി പൊരുതും, എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ മുമ്പിലുണ്ട്, ദൈവമായ കർത്താവിൻ്റെ പിമ്പിലുണ്ട്. ഈ ഒരു അത്ഭുത ബലം കൊണ്ട് നിറയട്ടെ കർത്താവേ. ദുർബലർ ശക്തി പ്രാപിക്കട്ടെ. ഏറ്റവും ദുർബലൻ പോലും താൻ ഒരു യോദ്ധാവാണെന്ന് പറയാൻ തക്കവണ്ണം ദൈവികമായ ബലം കൊണ്ട് ഇപ്പോൾ നിറയട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരാശ നീങ്ങട്ടെ, ക്ഷീണം നീങ്ങട്ടെ, മനോബലം വീണ്ടും വീണ്ടും വർദ്ധിക്കട്ടെ, മനോവീര്യം കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. സങ്കീർത്തന പുസ്തകം 33-ാം അധ്യായം 12-ാം തിരുലിഖിതം. കർത്താവ് സ്വന്തമായി തെരഞ്ഞെടുത്ത ജനതയും അവിടുന്ന് ദൈവമായുള്ള ജനവും ഭാഗ്യമുള്ളത്. ഓ ദൈവമേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ ഭാഗ്യമുള്ളൊരു ജനതയായി മാറട്ടെ, ഭാഗ്യപ്പെട്ടൊരു ജനതയായി മാറട്ടെ, ഭാഗ്യപ്പെട്ടൊരു ജന്മമായി ഈ ജന്മങ്ങൾ മാറട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ലോകത്തിൽ
കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ തൻ്റെ മേൽ വ്യാപരിച്ചുകൊണ്ടിരുന്ന അത്ഭുതകരമായ അധികാരങ്ങൾ, ശക്തിവിശേഷങ്ങൾ അപ്പോസ്തലന്മാരുടെ മേൽ പകർന്നു കൊടുക്കുന്നതായി തിരുലിഖിതങ്ങളിൽ കാണുന്നുണ്ട്. അതിൽ കർത്താവിൻ്റെ മേലുണ്ടായിരുന്ന പാപങ്ങൾ മോചിക്കാനുള്ള അധികാരം അപ്പോസ്തലന്മാർക്ക് പകർന്നു കൊടുത്തു. കർത്താവിൻ്റെ മേൽ ഉണ്ടായിരുന്ന പിശാചുകളെ ബന്ധിക്കാനുള്ള അധികാരം അപ്പോസ്തലന്മാർക്ക് പകർന്നു കൊടുത്തു. അതുപോലെ തന്നെ കർത്താവിൻ്റെ ശരീരത്തിൽ, കർത്താവിൽ നിറഞ്ഞു നിന്നിരുന്ന മറ്റൊരു ഉന്നത അധികാരമാണ് രോഗങ്ങൾ സുഖപ്പെടുത്താനുള്ള അധികാരം. രോഗങ്ങൾ സുഖപ്പെടുത്താനുള്ള അധികാരം. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം അതിൽ 1-2 വാക്യങ്ങൾ. അവൻ 12 പേരെയും അടുത്ത് വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും. ഈ ഒരു അത്ഭുത ശക്തി പൗരോഹിത്യത്തിൻ്റെ അഭിഷേകം പ്രാപിച്ചിരിക്കുന്ന ഓരോ മകൻ്റെ മേലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തിരുലിഖിത പ്രകാരമുള്ള സത്യമാണ്. ഈ ഒരു വലിയ അഭിഷേകം അപ്പസ്തോലിക സഭയ്ക്ക് കർത്താവ് കൈമാറി. ഇടമുറിയാത്ത കൈവപ്പ് വഴി ഇന്ന് അഭിവന്യ പിതാക്കന്മാരിലൂടെ, ബിഷപ്പുമാരിലൂടെ ഈ അധികാരം പൗരോഹിത്യ ശുശ്രൂഷ, പൗരോഹിത്യ പട്ടം സ്വീകരിക്കുന്ന സമയത്ത് ഓരോ വൈദികൻ്റെ മേലും കൃപയായി നിറയുന്നുണ്ട്. ഈ അധികാരം ഉപയോഗിക്കുമ്പോൾ, ഈ അധികാരം ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ യേശു ക്രിസ്തുവിൻ്റെ ഈ വാഗ്ദത്ത പ്രകാരം രോഗങ്ങൾ സുഖപ്പെടാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിൻ്റെ ശക്തി വ്യാപരിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. അയർലൻഡിലുള്ള ഡബ്ലിൻ എന്ന സ്ഥലത്ത് 2009 ഏപ്രിൽ മാസത്തിൽ സഹിയോൻ ടീം ഒരു ധ്യാനം നടത്തി. അവിടെ പങ്കെടുത്ത ഒരു കുട്ടിയുടെ അനുഭവമാണ് ആ കുട്ടി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ പേര് ബിന്ദു സുനിൽ. അയർലൻഡിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഏപ്രിൽ മാസം 9-ാം തീയതി മുതൽ 11-ാം തീയതി വരെയുള്ള ഡബ്ലിനിലുള്ള ധ്യാനത്തിൽ ഞാൻ പങ്കെടുക്കാൻ ഇടവന്നു. ഞാൻ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്നിരുന്നാലും ഞാൻ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ ആരാധിക്കുന്നു. യേശു ക്രിസ്തുവിൽ എനിക്ക് നല്ല വിശ്വാസവുമുണ്ട്. വർഷങ്ങളായി ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ആളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ ധ്യാനത്തിൽ പങ്കെടുക്കാനുള്ള അനുവാദം ലഭിച്ചത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി. ഇതുവരെയും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല. ആ ഒരു വലിയ സങ്കടം ഞങ്ങൾ അലട്ടിയിരുന്നു. 3 വർഷം നാട്ടിൽ ഞങ്ങൾ ചികിത്സ നടത്തി, ഒന്നും വിജയിച്ചില്ല. ദൈവാനുഗ്രഹത്താൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഗർഭിണിയായെങ്കിലും അത് പെട്ടെന്ന് മിസ്കാരേജായി പോയി. പിന്നെ വിചാരിച്ചു അയർലൻഡിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് നടത്താമെന്ന്. അങ്ങനെ അയർലൻഡിൽ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. ലാസ്റ്റ് വർഷം അയർലൻഡിൽ നടത്തിയ ട്രീറ്റ്മെൻറ്റിൽ ഒരു പ്രോഗ്രസ്സും ഇല്ലെന്ന് ഡോക്ടർമാർ കണ്ടെത്തി. ഇനി പ്രതീക്ഷ വേണ്ട എന്ന് ഡോക്ടർമാർ വിധി എഴുതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2009 ഏപ്രിൽ മാസം 9 മുതൽ 11 വരെ സഹിയോൻ ടീമിൻ്റെ ധ്യാനം ഡബ്ലിൻ എന്ന പ്രദേശത്ത് വന്നത്. ആ ധ്യാനത്തിൽ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ വിട്ടുപോകട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് വലിയ അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനപ്പോൾ എനിക്കൊരു കുട്ടിയെ തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ധ്യാനം കഴിഞ്ഞ് ഏപ്രിൽ മാസം 21-ാം തീയതി ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോൾ, ടെസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു പ്രഗ്നൻ്റ് ആണെന്ന്. പിന്നെ കർത്താവ് ഈ കഴിഞ്ഞ ആഴ്ചകളെല്ലാം പരിപൂർണ സംരക്ഷണം തന്ന് ഞങ്ങളെ കൊണ്ടു നടക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ കർത്താവിൽ ആനന്ദിച്ച് ഒരു കുഞ്ഞിനെ ജന്മം നൽകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിന് കർത്താവിന് കോടാനുകോടി നന്ദി പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കല്യാണം കഴിച്ച് 4 വർഷമായി കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്നവർ, പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് കല്യാണം കഴിച്ചിട്ട് മക്കളില്ലാത്ത കുടുംബങ്ങൾ മുന്നോട്ട് വരിക, ആൾത്താരുടെ മുമ്പിലേക്ക് വരിക. ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ മുൻവശത്തേക്ക് വന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കുരിശടയാളം വരച്ച് അവരുടെ മേൽ പ്രാർത്ഥിച്ചു. ഇതാ ഏപ്രിൽ 11-ാം തീയതി അവർ ധ്യാനം കഴിഞ്ഞ് മടങ്ങി ജോലി സ്ഥലത്തേക്ക് പോയി. ഏപ്രിൽ 21-ാം തീയതി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവർ പ്രഗ്നൻ്റ് ആണെന്ന വാർത്തയാണ് ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് വഴി അവർക്ക് ലഭിക്കാൻ ഇടവന്നത്. ഇന്ന് ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ഒരുക്കം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു നൽകിയിട്ടുള്ള ഈ അധികാരം 2000 വർഷങ്ങളായി സഭ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വചനം പ്രസംഗിക്കുന്ന സ്ഥലത്ത്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്ത് ഈ അധികാരം വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ അവർ ഈ അധികാരം ഉപയോഗിച്ചിരുന്നു. യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ അവർ ഈ അധികാരം ഉപയോഗിച്ചിരുന്നു. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം അതിൽ 6-ാമത്തെ തിരുലിഖിതം, ശിഷ്യന്മാർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ
ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു. ശിഷ്യന്മാർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു. രോഗശാന്തി എന്നുള്ളത് എന്തോ മോശമായൊരു സംഗതിയാണ് എന്നുള്ള ധ്വനി ചിലരുടെയെങ്കിലും പ്രബോധനങ്ങളിലൂടെ കേൾക്കാൻ ഇടവരുന്നത് ദൗർഭാഗ്യകരമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു ക്രിസ്തു സുവിശേഷം പ്രസംഗിക്കാൻ അധികാരം നൽകിയപ്പോൾ അതോടൊപ്പം തന്നെ നൽകിയുള്ള മറ്റൊരു കൃപാവര ശുശ്രൂഷയാണ്, മറ്റൊരു ദൈവരാജ്യ ശുശ്രൂഷയാണ് രോഗികളെ സുഖപ്പെടുത്തുക എന്നുള്ളത്. അതൊരു രണ്ടാം തരം ശുശ്രൂഷയല്ല, അതൊരു വില കുറഞ്ഞ ശുശ്രൂഷയല്ല, അത് എന്തോ ഊതിപ്പെരിപ്പിച്ചൊരു കാര്യമാണെന്നുള്ളതും തെറ്റായൊരു മിഥ്യാബോധമാണ്. ഇത് യേശു ക്രിസ്തു നൽകിയിരിക്കുന്ന ശുശ്രൂഷയാണ്, ഇത് യേശു ക്രിസ്തു ചെയ്യാൻ ദൗത്യപ്പെടുത്തിയിരിക്കുന്ന ശുശ്രൂഷയാണ്. ശിഷ്യന്മാർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് ദൈവരാജ്യം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു എന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 6-ാമത്തെ തിരുലിഖിതത്തിൽ നമ്മൾ വായിക്കുകയാണ്. രോഗശാന്തി ഒരു രണ്ടാം തരം ശുശ്രൂഷയാണെങ്കിൽ, ഒരു വിലയില്ലാത്ത ശുശ്രൂഷയായിരുന്നെങ്കിൽ യേശു ക്രിസ്തു തൻ്റെ അപ്പോസ്തലന്മാരെ അത് നിരോധിക്കേണ്ടതായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു അപ്പോസ്തലന്മാരെ നിരോധിച്ചില്ലെന്ന് മാത്രമല്ല, തൻ്റെ മേലുണ്ടായിരുന്ന ഈ അധികാരം യേശു ക്രിസ്തു അപ്പോസ്തലന്മാർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക, രോഗികളെ സുഖപ്പെടുത്തുക. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 2-ാം വാക്യം, അവൻ ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവരെ അയച്ചു. ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവരെ അയച്ചു. ദൈവരാജ്യം പ്രസംഗിക്കാൻ അയച്ചതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സിൽ യേശു ക്രിസ്തു ആഗ്രഹിച്ചിരുന്ന ഒരു ശുശ്രൂഷയാണ് രോഗികളെ സുഖപ്പെടുത്തുന്ന ശുശ്രൂഷ. ഇത് അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാർ വലിയ അഭിമാനത്തോടെ ചെയ്തിരുന്നൊരു ശുശ്രൂഷയാണ്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 32 മുതൽ 35 വരെ തിരുലിഖിതങ്ങൾ, പത്രോസ് അപ്പോസ്തല പ്രമുഖനായ പത്രോസ് ശ്ലീഹ ഇതാ ചുറ്റി സഞ്ചരിക്കുന്നതിനിടയിൽ ലിദ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് എത്തിച്ചേർന്നു. ലിദ, അവിടെ അയനയാസ് എന്നുള്ള ഒരു വ്യക്തി കഴിഞ്ഞ 8 വർഷമായി തളർവാദം പിടിപെട്ട് രോഗശയ്യയിലായിരുന്നു. അവനെ കണ്ടപ്പോൾ പത്രോസ് അവനോട് പറഞ്ഞു, അയനയാസേ, യേശു ക്രിസ്തു നിന്നെ സുഖപ്പെടുത്തുന്നു, നിന്റെ കിടക്ക ചുരുട്ടി നീ എഴുന്നേൽക്കുക. ഉടൻ തന്നെ അവൻ ചാടി എഴുന്നേറ്റു. അവൻ കിടക്ക ചുരുട്ടി അവൻ ചാടി എഴുന്നേറ്റ് അവൻ സൗഖ്യത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചു. 35-ാം വാക്യത്തിൽ കാണുന്നത് എങ്ങനെയാണ്? ലിദായിലെയും സാറോണിലെയും സകല ജനങ്ങളും അവനെ കണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞു. ദൈവരാജ്യ വ്യാപനത്തിന് വേണ്ടി ദൈവരാജ്യ പ്രസംഗം പോലെ തന്നെ കർത്താവ് നൽകിയിരിക്കുന്ന ഒരു ദൈവരാജ്യ ശുശ്രൂഷയാണ് രോഗികളെ സുഖപ്പെടുത്തുക എന്നുള്ളത്. ഇന്നും ഇത് നാം അഭിമാനത്തോടെ ചെയ്യണം, ഇത് നമ്മൾ ചെയ്യണം. ഇത് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. രോഗികളെ കണ്ടാൽ സുഖപ്പെടുത്തണം, സുഖപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 5-ാം അധ്യായം 14-ാം തിരുലിഖിതം, നിങ്ങളിൽ ആരെങ്കിലും രോഗിയായാൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, അവർ അവന് വേണ്ടി തൈലാഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് അവിടുന്ന് ക്ഷമിക്കും. ഇത് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചു, അപ്പോസ്തലന്മാർ ഇത് പ്രാക്ടീസ് ചെയ്തു. ഇന്നും അഭിമാനത്തോടെ കർത്താവിൻ്റെ സഭയിലെ വൈദികർ ചെയ്യേണ്ട അത്ഭുതകരമായ ഒരു ശുശ്രൂഷയാണ് രോഗശാന്തി ശുശ്രൂഷ. രോഗശാന്തി ശുശ്രൂഷ ഒരു രണ്ടാം തരം ശുശ്രൂഷയല്ല. ഇങ്ങനെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കുമെന്ന് ശ്ലീഹായായ യാക്കോബ് ശ്ലീഹ 5-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. മറ്റൊരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. ഇത് ജോർജ് മാത്യു, പയസ് മൗണ്ട്, ഇലവുംതിട്ട PO, പത്തനംതിട്ടയിൽ നിന്ന് ജോർജ് മാത്യു ആണ് ജോർജ് മാത്യുവിൻ്റെ അനുഭവം എഴുതുന്നത്. ഞാൻ 60 വയസ്സുള്ള റിട്ടയേർഡ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളാണ്. 1960 മുതൽ തുമ്മൽ, മൂക്കൊലിപ്പ്, കണ്ണുചൊറിച്ചിൽ, തലവേദന, തൊണ്ടവേദന, മൂക്കടപ്പ് തുടങ്ങിയ രോഗത്തിന് അടിമയായി. ഹോമിയോപ്പതി ഗുളിക, പൊടി, അലോപ്പതി ഗുളികകൾ, ആയുർവേദ കഷായം, അരിഷ്ടങ്ങൾ, ഇങ്ങനെ മാറി മാറി ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ഞാൻ കഴിച്ച്. എന്നാൽ രോഗശമനം ഉണ്ടായേയില്ല. ഇപ്പോൾ 3 നേരം ഈ ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും തുമ്മൽ മാറുന്നില്ല.
തുമ്മി 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 തല പുകയുക, തല വിയർക്കുക, തളർച്ച വരിക, ഇത് സ്ഥിര അനുഭവമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെഗിയോൻ ധ്യാന കേന്ദ്രത്തിലെ വചന പ്രഘോഷണത്തിൽ രോഗികളിൽ നിന്ന് രോഗത്തെ ശാസിച്ച് ബഹിഷ്കരിക്കുന്ന പ്രാർത്ഥന കണ്ടത്. അങ്ങനെ ഞാൻ ടെലിവിഷനിൽ ഇത് ഭക്തിപൂർവ്വം പങ്കുചേർന്ന് പ്രാർത്ഥിച്ചു. ഒരു മാസം മുമ്പ് ടെലിവിഷനിൽ സെഗിയോൻ ടീമിൻ്റെ പ്രാർത്ഥന പങ്കുചേരുമ്പോൾ രോഗങ്ങൾ യേശുവിനെ വേണ്ടി വിട്ടുപോട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഈ അലർജി രോഗം വിട്ടുപോട്ടെ എന്ന് ഞാനും ടീമിനോട് ചേർന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിനുശേഷം തുമ്മൽ, മൂക്കൊലിപ്പ്, ഇങ്ങനെയുള്ള എൻ്റെ അലർജി രോഗപീഠകൾ എൻ്റെ ശരീരത്തിൽ പിന്നീട് ഉണ്ടായിട്ടേയില്ല. വാങ്ങിയ മരുന്നുകൾ നിരനിരയായി എൻ്റെ വീട്ടിലിരിക്കുകയാണ്. എനിക്ക് പരിപൂർണമായ സൗഖ്യം എൻ്റെ കർത്താവ് നൽകി കഴിഞ്ഞതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ജോർജ് മാത്യു, ഇലവന്തിട്ട PO, പത്തനംതിട്ട, നല്ലാനിക്കുന്ന്, പയസ് മൗണ്ട്. ഈ ജോർജ് മാത്യുവിൻ്റെ ജീവിതം നിങ്ങൾ ചിന്തിച്ച് നോക്ക്. 1960 മുതൽ അദ്ദേഹം റിട്ടയർഡായ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 1960 മുതൽ രോഗത്തിന് അടിമയായിരുന്നു. ട്രീറ്റ്മെൻറ്റ് ഒരുപാട് ചെയ്ത് മാറ്റാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടെലിവിഷനിൽ സെഗിയോൻ ധ്യാന കേന്ദ്രത്തിലുള്ള വചന ശുശ്രൂഷ കാണുന്നത്. അവിടെ പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച്, യേശുക്രിസ്തു നൽകിയ അധികാരം ഉപയോഗിച്ച് സൗജന്യമായി നിങ്ങൾക്ക് കിട്ടി, സൗജന്യമായി കൊടുക്കുക എന്ന കൽപ്പന അനുസരിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞ് കൈകൾ നീട്ടി രോഗികളെ ടെലിവിഷനിലൂടെ ആശീർവദിച്ച്, ആ സമയത്ത് വിദൂരങ്ങളിൽ കിലോമീറ്ററുകൾ അകലെ ഇരുന്ന ഈ പത്തനംതിട്ട ഇരുന്ന ഈ ജോർജ് മാത്യു എന്ന് പറഞ്ഞ വ്യക്തി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം, കർത്താവ് അവനെ സുഖപ്പെടുത്തി, അവൻ ചാടി എഴുന്നേറ്റ്. ഹല്ലേലൂയ. 1960 മുതൽ ഏതാണ്ട് 10-50 വർഷത്തോളം ആയിട്ടുള്ള ഈ രോഗത്തിൻ്റെ കെട്ട് ആ സമയത്ത് യേശുവിന്റെ നാമത്തിൽ ആ മകൻ്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി വിട്ടൊഴിഞ്ഞു പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 16-17 തിരുലിഖിതങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവൻ നമ്മുടെ ബലഹീനത ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യേശയ്യ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യേശയ്യ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 24-25 തിരുലിഖിതങ്ങൾ വായിക്കുകയാണ്. അവൻ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട്, അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ ചുമന്നുകൊണ്ട് കുരിശിലേക്ക് കയറി നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നു. ഇത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനത്രേ. അവൻ്റെ ശരീരത്തിലേറ്റ അടിപ്പിണരുകളുടെ യോഗ്യതയാൽ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. അവൻ്റെ ശരീരത്തിലേറ്റ അടിപ്പിണരുകളുടെ യോഗ്യതയാൽ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അവിടുന്ന് ഏറ്റുവാങ്ങിയ പീഡാസഹനത്തിൻ്റെ യോഗ്യതയാൽ ഇന്ന് ഓരോ രോഗിക്കും സൗഖ്യമുണ്ട്. പൗരോഹിത്യത്തിൽ അവിടുന്ന് നൽകിയ രോഗങ്ങളെ സുഖപ്പെടുത്താൻ അധികാരത്താൽ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ രോഗിക്കും ഇന്ന് സൗഖ്യമുണ്ട്. മറ്റൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് മറിയക്കുട്ടി, വയസ്സ് 78. ഞാൻ കോഴിക്കോട് ജില്ലയിലെ കൂമ്പാറ എന്ന സ്ഥലത്ത് താമസിക്കുന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ അട്ടപ്പാടിയിൽ സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടിയതിൻ്റെ ഫലമായി 40 വർഷമായി ഉണ്ടായിരുന്ന മൂത്രത്തിൽ പഴുപ്പ് എന്ന രോഗം എനിക്ക് മാറിക്കിട്ടി. സ്ഥിരം മരുന്ന് കഴിച്ചിരുന്ന ഞാൻ ധ്യാനം കഴിഞ്ഞ് വന്നതിന് ശേഷം ഡോക്ടറുടെ അടുത്ത് പോയി മൂത്രം പരിശോധിച്ചപ്പോൾ ഇപ്പോൾ ആ അസുഖം കാണുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. മരുന്നും നിർത്താൻ ഡോക്ടർ നിർദ്ദേശിച്ചു. അതുപോലെ തന്നെ 20 വർഷമായി വലത് ചെവിക്ക് കേൾവിയില്ലായിരുന്നു. ധ്യാന സമയത്ത് യേശുവേ എന്ന് വിളിച്ചപ്പോൾ എൻ്റെ 20 വർഷമായി കേൾവിയില്ലാത്ത വലത് ചെവിക്ക് എനിക്ക് കേൾവി ശക്തി തിരിച്ചു കിട്ടി. ഹല്ലേലൂയ. കൂമ്പാറ എന്ന സ്ഥലത്ത് നിന്ന് 78 വയസ്സുള്ള മറിയക്കുട്ടി എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്. കോഴിക്കോട് ജില്ലയിലാണ് കൂമ്പാറ. എത്രയോ ഹോസ്പിറ്റലുകളും എത്രയോ ഡോക്ടർമാർ കോഴിക്കോട് ജില്ലയിൽ. അവിടെ എല്ലാം പല വിധത്തിൽ ചികിത്സകൾ തേടി. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ പൗരോഹിത്യത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തുക, ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും അവൻ അവരെ അയച്ചു എന്ന വചനത്തിൽ വിശ്വസിച്ച് ദൈവരാജ്യം പ്രസംഗിക്കുന്നതോടൊപ്പം രോഗങ്ങൾ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇതാ 20 വർഷമായി കേൾവിയില്ലാതിരുന്ന വലത് ചെവിക്ക് ക്ഷണനേരത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ കേൾവി ശക്തി പുനഃസ്ഥാപിക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവിൻ്റെ വചനങ്ങളിൽ വിശ്വസിക്കണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ദാനമായി കിട്ടി, ദാനമായി കൊടുക്കുക. ദാനമായി കിട്ടി,
ദാനമായി കൊടുക്കുക. പൗരോഹിത്യം ഏറ്റുവാങ്ങിയിരിക്കുന്ന ഓരോരുത്തർക്കും കർത്താവ് നൽകിയിരിക്കുന്ന അത്യുന്നതമായൊരു നിർദ്ദേശമാണ്. നിങ്ങൾക്ക് ദാനമായി കിട്ടി, ദാനമായി കൊടുക്കുക. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. സമൂഹത്തിൽ രോഗികളായിട്ടുള്ളവർ രോഗപീഠകളുടെ കെട്ടുകൾ അഴിയാൻ വേണ്ടി ആഗ്രഹിക്കുക. മകനെ, മകളെ, ഇതൊരു മിഥ്യാധാരണയല്ല. ഇത് വ്യക്തമായ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ശുശ്രൂഷയാണ്. ഇത് യേശുക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരമുള്ള ഒരു ശുശ്രൂഷയാണ്. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക, രോഗികളെ സുഖപ്പെടുത്തുക. ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും അവൻ അവരെ അയച്ചു. കണ്ണുകളെ അടയ്ക്കുന്നു, രോഗമുള്ള മേഖലകളിലേക്ക് കരങ്ങൾ വെക്കുന്നു. നിങ്ങളിരിക്കുന്ന ഭവനത്തിൽ തന്നെ ഇരുന്ന്, നിങ്ങളിരിക്കുന്ന രോഗക്കിടക്കയിൽ തന്നെ ഇരുന്ന്, നിങ്ങളിരിക്കുന്ന എവിടെയാണോ നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഇരുന്ന് ഇപ്പോൾ നിങ്ങളുടെ രോഗത്തിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അവനോട് ക്ഷമിക്കും. സ്തുതിക്കുന്നു. ഹാലലുയ, ഹാലലുയ. മനസ്സ് തുറന്ന് സ്തുതിക്കുന്നു, വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. ഓ ദൈവമേ, ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും ഓരോ മകളെയും അങ്ങയുടെ നാമം അയച്ച് വിടിവിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ പറ്റാത്ത വിധം മനസ്സിൽ വികടചിന്തകളും ദുഷ്ടാരിയുടെ ഉപദ്രവങ്ങളും മനപ്പീഡകളും ഒരുപാട് ഭാരങ്ങൾ അനുഭവപ്പെട്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ വിഷമിക്കുന്ന ഓരോ മകനിലേക്കും അങ്ങയുടെ നാമം അയച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിന് കൃപ നിറയട്ടെ, അഭിഷേകത്തിന് ശക്തി വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ കൃപ പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ. ഒത്തിരി തലമുറകളായി, ഒരുപാട് കാലങ്ങളായി കുടുംബത്തിൽ മാറി മാറി രോഗത്തിൻ്റെ കെട്ടുകളാൽ ഭാരപ്പെടുന്ന ഓരോ മകനിൽ നിന്നും മകളിൽ നിന്നും പാരമ്പര്യ രോഗത്തെ ശാസിക്കുന്നു. പാരമ്പര്യ രോഗങ്ങളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഈ ദാസീദാസന്മാരിൽ നിന്ന് വിട്ടുമാറി പോവുക. ഹാലലുയ, ഹാലലുയ. മക്കളില്ലാത്ത ഓരോ കുടുംബങ്ങളെയും ദമ്പതികളെയും ഇപ്പോൾ സമർപ്പിക്കുന്നു. പിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ കുടുംബങ്ങളിൽ മക്കൾ ജനിക്കാൻ തടസ്സമായി നിൽക്കുന്ന തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. ഓരോ കാലങ്ങളിലായി വിവിധ രോഗങ്ങൾ വന്ന് ആസ്മ, അലർജി, ശ്വാസമുട്ടൽ, ശ്വാസകോശ രോഗങ്ങളാൽ പീഡ അനുഭവിക്കുന്നവരിലേക്ക് യേശുവിന്റെ നാമത്തെ അയക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആസ്മരോഗം വിട്ടുമാറി പോകട്ടെ. അപസ്മാര രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഇപ്പോൾ രോഗപീഠകളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും കർത്താവിന്റെ ശക്തി ഇടിമിന്നൽ പോലെ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യെശയ്യായുടെ പുസ്തകം 51-ാം അധ്യായം 15-ഉം 16-ഉം തിരുലിഖിതങ്ങൾ. തിരമാലകൾ അലറും വിധം കടലിനെ ക്ഷോഭിപ്പിക്കുന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നത്രേ എൻ്റെ നാമം. ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സിയോനോട് നീ എൻ്റെ ജനമാണ് എന്ന് പറഞ്ഞും എൻ്റെ വചനം ഞാൻ നിന്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട, എൻ്റെ കരത്തിൻ്റെ തണലിൽ നിന്നെ ഞാൻ മറച്ചിരിക്കുന്നു. Praise the Lord. Hallelujah, Maranatha. Come, Lord Jesus. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം, എനിക്ക് മതിയായവനായ എൻ്റെ ദൈവം എൽ ഷദായ്, എൻ്റെ ദൈവം എനിക്ക് മതിയായവൻ, എൻ്റെ ദൈവം സർവശക്തൻ. രണ്ട് കരങ്ങളും സർവശക്തനായ ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്താം. ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന, കുരിശിൽ മരിച്ചുയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായി വീണ്ടും വരുവാനിരിക്കുന്നവനായ യേശു ക്രിസ്തു സകല ജനത്തെയും അനുഗ്രഹിക്കുന്ന സമയമാണിത്. കരങ്ങളെ ഉയർത്തി യേശുവിനെ വിശ്വാസത്തോടെ ഉറക്കെ വിളിക്കട്ടെ. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേൽ അവിടുന്ന് തന്നെ സമ്പത്ത് വർഷിക്കുന്നു. ഹാലലുയ, ഹാലലുയ, ഹാലലുയ.
മകനെ മകളെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഉന്നതമായ ശക്തി വ്യാപരിക്കട്ടെ. തകർന്ന കുടുംബങ്ങളിലേക്ക് യേശുവിൻ്റെ ഉന്നതമായ ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ ദുർപീഡകളും കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. കുടുംബങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന നാരകീയ സേനകളെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. രോഗത്തിൻ്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. പൈശാചികപ്പുകൾ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ബിസിനസ് മേഖലകളിലും ജോലി മേഖലകളിലും ഉപജീവന മാർഗങ്ങളിലും അങ്ങയുടെ മക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുർബാധകളും ദുർപീഡകളും ദുർശക്തികളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഛിന്ന ഭിന്നമായി പോകട്ടെ. ഹാലലുയ, ഹാലലുയ. മന്ത്രവാദം, കൂടോത്തരം, ക്ഷുദ്രവിദ്യ, ഇവിടെ എല്ലാ ആധിപത്യങ്ങളെയും യേശുവിൻ്റെ അഗ്നി സദൃശമായ നാമം അയച്ച് ബന്ധിക്കുന്നു. കുടുംബങ്ങൾ നിർവീര്യമാകട്ടെ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ മറനാത്ത. Come, Lord Jesus.